പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിന്റെ ഉദ്ദേശം, വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ജ്ഞാനം, വചനത്തിന്റെ പ്രവൃത്തി, വചനത്തിന്റെ അഭിഷേകം നമ്മൾ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. 2 തിമോത്തിയുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വചനഭാഗത്ത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ ബാല്യം മുതലേ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിനാൽ നിലനിൽക്കുക. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ആ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനഭാഗമാണിത്. തിരുവെഴുത്തിൽ രക്ഷയ്ക്ക് ഉതകുന്ന ദൈവിക വചനം നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ച് നീ കർത്താവിന്റെ കൂടെ നീ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തിരുവെഴുത്തുകളെല്ലാം ദൈവശാസ്ത്രീയമാകയാൽ ദൈവശാസ്ത്രീയമായ ദൈവവചനമാണ് ഇവിടെ നമ്മെ കർത്താവ് അറിയിക്കുന്നത്. കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതാരുടെ അടുക്കലേക്ക് കടന്നു ചെന്നോ അവിടെ ജീവന്റെ പ്രവൃത്തി വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുന്ന മനുഷ്യന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി അനുഭവിക്കാൻ ദൈവം ഇടയാക്കും. അന്ധനായ ഒരു മനുഷ്യനോട് യേശു പറഞ്ഞ മാത്രമേ അവന്റെ അന്ധത മാറാൻ ഇടവന്നു. ഈ വചനം നമ്മൾ യേശുവിന്റെ നാമത്തിൽ പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തിയെ നടത്തുവാൻ ദൈവം ഇടയാക്കും. പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ തിരുവെഴുത്തുകളെ നീ തിരിച്ചറിയണം. വിശ്വാസത്താൽ നീ തിരുവെഴുത്തുകൾ തിരിച്ചറിയണം. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കും വചനം. ജ്ഞാനമില്ലാത്തവർക്ക് രക്ഷയുടെ പാതയിലേക്ക്, ജ്ഞാനമുള്ള ഒരു ദൈവിക പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ഇത് നീ തിമോത്തിയോസിന്റെ ബാല്യം മുതലേ നീ പഠിച്ചു. നിനക്കറിയാം, ഈ അറിഞ്ഞ തിരുവെഴുത്ത് നിന്റെ അകത്തു വെളിപ്പെടുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കാൻ നിന്നെ ഞാൻ പ്രാപ്തനാക്കുക എന്നതാ ദൈവം പറയുന്നത്. കണ്ടോ, തിരുവെഴുത്ത് ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ വചനം അറിയുന്നത് നമ്മളെ തികവിലേക്ക് കൊണ്ടുവരും. നമ്മുടെ കുറവുകളെല്ലാം നമ്മളിൽ നിന്ന് മാറ്റും. നമ്മുടെ പോരായ്മകളെല്ലാം നമ്മളിൽ നിന്ന് മാറ്റും. എന്നിട്ടോ ആ വചനത്താൽ നമുക്ക് ഉപദേശം, 2 ശാസനം, 3 ഗുണീകരണം, 4 നീതിയിലുള്ള അഭ്യാസനത്തിനും ഈ വചനം ഉപകരിക്കുന്നു. തെറ്റുതിരുത്തലിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും വേണ്ടി ദൈവത്തിന്റെ വചനം നമ്മെ വെട്ടിയൊരുക്കാൻ ഇടവരും. പ്രിയമുള്ളവരെ, വചനത്താൽ ഈ അഖിലാണ്ടം ഉരുവാക്കിയ ദൈവത്തിന്റെ ആ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കാൻ ദൈവം ഇടയാക്കുന്നത്. ദൈവവചനത്തിന്റെ സാന്നിധ്യം ദൈവം തന്റെ ആത്മാവിനാലാണ് നമുക്ക് ഇത് അറിയിച്ചു തരാൻ ഇടവരുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പത്രോസും യോഹന്നാനും ചേർന്ന് നസറാനായ യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞ പാടെ സുഖപ്പെടുന്നത് കാണാൻ കഴിയും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന രോഗികളോട് യേശു പറയുക, നീ രോഗമുള്ള നിന്റെ അവസ്ഥകളെ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്ത് എന്നെ സൗഖ്യപ്പെടുത്താൻ മതിയായ കർത്താവാണ് അങ്ങ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. കാരണം അവൻ മതിയായ ദൈവമാണ്. അത്ഭുതം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അവൻ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ്. അവൻ രോഗികൾക്ക് സൗഖ്യപ്പെടുത്തുന്ന അനുഭവം ഈ വചനം കേൾക്കുന്ന രോഗികളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും.
അനേകർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വചനം കേട്ട അനേകം മനുഷ്യർ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ സൗഖ്യം കിട്ടി, ഈ വചനത്താൽ എന്നെ എൻ്റെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു അനുഭവം, അത് ക്യാൻസർ രോഗിയാകട്ടെ, ട്യൂമർ രോഗിയാകട്ടെ, ബ്ലഡ് ക്യാൻസർ രോഗി, ഏതു മാരക രോഗത്തിന്റെ അടിമയാണെങ്കിലും യേശു കർത്താവ് ഈ വചനത്താൽ, ദൈവശാസ്ത്രീയമായ ദൈവവചനത്താൽ നമ്മുടെ രോഗത്തിൻ്റെത്, പാപത്തിൻ്റെത്, ലോകത്തിൻ്റെത് എല്ലാ ബന്ധനങ്ങളും മാറ്റി നമ്മെ തികഞ്ഞവനാക്കി, ക്രിസ്തുവിൽ ഏറ്റവും യോഗ്യരാക്കി നമ്മെ നിർത്താൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയമുള്ളവരെ, ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.